ഹായ് എവരിവൺ, എല്ലാവർക്കും നമസ്കാരം. ഡിവൈൻ ഹിൽ മലയാളം ടാരോട്ടിൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നിങ്ങൾ എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് കരുതുന്നു. നിങ്ങൾക്ക് എല്ലാവർക്കും ഒരു നല്ല ദിവസം ആശംസിക്കുന്നു. അപ്പോൾ ഇന്നത്തെ ഡിവൈൻ മെസ്സേജ് എന്താണെന്ന് നമുക്ക് നോക്കാം. നിങ്ങളുടെ ഇന്നത്തെ എനർജി. ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യുക. നമുക്ക് നോക്കാം. ഡിസ്കണ്ടന്റ് ബോർഡാണ്. വിക്ടറി ആൻഡ് സക്സസ്, വിസ്ഡം, വന്നിട്ടുണ്ട്. സ്റ്റാൻഡ് യുവർ ഗ്രൗണ്ട് ആണ്. ഇമോഷണൽ വിഡ്രാലാണ്. morality, courage, completion, flowering, control, participation, activity, silence, പോസ്റ്റ്പോൺമെന്റ് ആണ് വന്നിട്ടുള്ളത്. അപ്പൊ ആദ്യം തന്നെ ഡിസ്കണ്ടന്റ് ബോർഡാണ്. ചിലര് ശരിക്കും നമ്മള് മൈൻഡ് ഔട്ട് ആയി പോയൊരവസ്ഥയാണ്. ചിലർക്ക് എന്താണെന്ന് അറിഞ്ഞുകൂടാ. ഇന്നേ ദിവസം ഇതൊരു കാര്യവും നമ്മളുടെ കൺട്രോളിലല്ല എന്ന് ചിന്തിക്കുന്ന ഒരു ദിവസമാണ് ഇന്ന്. പിന്നെ ചില ആൾക്കാർക്ക് നല്ല ഹൈ എനർജിയിൽ ഇരുന്നിട്ട് പെട്ടെന്ന് നമ്മൾ അങ്ങ് ഡിസ്കണക്റ്റഡ് ആയി പോയ ഒരു തോന്നലുണ്ടാവും പല സമയങ്ങളിലും. നമ്മൾ വിചാരിക്കും ഇത് എന്തുകൊണ്ടാണ് ഇങ്ങനെ സംഭവിക്കുന്നത്, അതിനുണ്ട് വേണ്ടിയിട്ടുള്ളൊരു കാര്യം ഇല്ലല്ലോ എന്ന് ചിന്തിക്കും. ചില ആൾക്കാർക്ക് അത് അങ്ങനെ ഉണ്ടാകാൻ എന്തെങ്കിലും ഒരു കാര്യം ഉണ്ടായിരിക്കും. നമ്മൾ ചില സമയം നമ്മൾ മനസ്സിലാക്കും, നമ്മൾ വിചാരിക്കുന്നതൊക്കെ നമുക്ക് എടുക്കാൻ പറ്റും, നമുക്ക് മാനിഫെസ്റ്റ് ചെയ്തെടുക്കാൻ പറ്റും, അല്ലെങ്കിൽ നമ്മൾ ആഗ്രഹിക്കുന്നതാണ് നമ്മുടെ ലൈഫിൽ സംഭവിക്കുന്നതെന്ന് വളരെ പോസിറ്റീവായിട്ടിരിക്കുന്ന ചില ആൾക്കാർ ആ സമയം തന്നെ ഒരു തൊട്ടടുത്ത നിമിഷം അല്ലെങ്കിൽ 2-3 മണിക്കൂർ കഴിയുമ്പോൾ, അല്ലെങ്കിൽ ഇന്നലെ വരെ അങ്ങനെ ആയിരുന്നെങ്കിൽ പെട്ടെന്ന് അങ്ങ് ഡിസ്കണക്റ്റ് ആയി പോകും. ഈ ഫുള്ളി എല്ലാ കാര്യത്തിൽ നിന്നും ഒന്ന് ഡിസ്കണക്റ്റ് ആയി പോകും. അപ്പം നമുക്കൊന്നും പിടികിട്ടൂല. അങ്ങനെ ഇരിക്കുന്ന കുറച്ച് ആൾക്കാരുണ്ട് കേട്ടോ ഇതിനകത്ത്. ഫുള്ളി എല്ലാത്തിൽ നിന്നും ഒന്ന് ഡിസ്കണക്റ്റഡ് ആയിരിക്കുന്ന ആൾക്കാരാണ്. അത് നമ്മളൊരു ട്രാൻസ്ഫോർമേഷനിൽ കൂടെ പോകുമ്പോൾ അങ്ങനെയാണ് സംഭവിക്കുന്നത്. നമ്മൾ ഒരു എനർജി ഒന്ന് ഹൈ ആവുമ്പോൾ, അല്ലെങ്കിൽ നമ്മൾ ഒരു ലെവലപ്പ് ചെയ്യുമ്പോൾ സംഭവിക്കുന്ന ഒരു കാര്യമാണത്. ഒരു കാര്യമില്ലാതെ നമുക്ക് ടെൻഷൻ വരികയും നമുക്ക് മുന്നോട്ട് എങ്ങനെ പോകണമെന്ന് അറിഞ്ഞിട്ടോ നമ്മളൊരു സീറോ ആയിരിക്കും, നമുക്ക് ശൂന്യമായിരിക്കും നമ്മുടെ മനസ്സ്, ഒരു ഐഡിയയും കിട്ടൂല. അങ്ങനെ ഇരിക്കുന്ന കുറച്ച് ആൾക്കാരുണ്ടെന്ന് കാണുന്നുണ്ട് കേട്ടോ. അങ്ങനെയുള്ള ആൾക്കാർ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ. അങ്ങനെയാണ് എനിക്ക് പെട്ടെന്ന് കിട്ടിയത്. ഒന്ന് ഡിസ്കണക്റ്റ് ആയിപ്പോയി എല്ലാത്തിനും. അങ്ങനെ അത് കണക്ട് ചെയ്യാൻ പറ്റുന്നില്ല, നിങ്ങൾക്ക് ഒന്നിനെയും കണക്ട് ചെയ്യാൻ പറ്റാതെ ഇരിക്കുന്നു എന്ന് കാണുന്നുണ്ട്. അങ്ങനെയുള്ളവരുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യുക. അപ്പം അത് ഡെവലപ്പ് ചെയ്യുന്നത് കൊണ്ട് സംഭവിക്കുന്നതാണ് കേട്ടോ. അതിൽ നിങ്ങൾ ടെൻഷൻ അടിക്കേണ്ട. അങ്ങനെയാണ് നമ്മുടെ സ്പിരിച്വൽ ജേണി എന്ന് പറയുമ്പോൾ ഓരോ ലെവലും നമ്മൾ മാറിക്കൊണ്ടേയിരിക്കും. ആ സമയം നമുക്ക് വരുന്ന ഒരു കാര്യമാണത്. പിന്നെ ഇതിൽ വിക്ടറി ആൻഡ് സക്സസും വിസ്ഡമാണ് വന്നിട്ടുള്ളത്. അപ്പം നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഒരു വിക്ടറി തന്നെയാണ് സംഭവിക്കാൻ പോകുന്നത്. നിങ്ങൾ ഒരിക്കലും ലെവൽ ഡൗൺ അല്ല ചെയ്യണത്, അതല്ല നിങ്ങൾക്ക് സംഭവിക്കുന്നത്, ലെവൽ അപ്പാണ്. അപ്പോൾ നിങ്ങൾ ഇപ്പോൾ ഈ ഇരിക്കുന്ന അത് നിങ്ങൾ ചിന്തിക്കുകയേ വേണ്ട. കാരണം പലർക്കും ഇത് ആലോചിച്ചൊരു ടെൻഷനുണ്ട്. ഷിസോഫ്രീന വന്നിട്ടുണ്ട് ഇവിടെ, ഹാർട്ട് അറ്റാക്ക് ആൻഡ് ലോസും വന്നിട്ടുണ്ട്. ശരിക്കും വിഷമമാണ്. എന്തുകൊണ്ടാണെന്ന് അറിഞ്ഞൂടാ. ചിലപ്പോൾ അത് നിങ്ങൾക്ക് അങ്ങനെ വിഷമിക്കേണ്ട എന്തെങ്കിലും ഒരു സാഹചര്യം ഉണ്ടായിരിക്കാം, അല്ലെങ്കിൽ പാസ്റ്റിൽ നടന്ന എന്തെങ്കിലും ഒരു കാര്യം നിങ്ങളുടെ മനസ്സിൽ പെട്ടെന്ന് വന്നിട്ടുണ്ടായിരിക്കാം. പാസ്റ്റിൽ നിങ്ങളെ വേദനിപ്പിച്ച എന്തെങ്കിലും ഒരു കാര്യം നിങ്ങളുടെ മനസ്സിൽ പെട്ടെന്ന് വന്നിട്ട് നിങ്ങൾ ശൂന്യമായി പോയൊരവസ്ഥ, ഒന്നും അല്ലാതെ ആയിപ്പോയൊരവസ്ഥ തോന്നുന്നുണ്ടായിരിക്കാം. അത് പാസ്റ്റിലുള്ള കാര്യമാണ്. നിങ്ങൾ ഈ ഒരു ഹാർട്ട് ബ്രേക്കാണ് നിങ്ങൾക്ക്
നിങ്ങൾക്ക് ഒന്നും ചെയ്യാൻ പറ്റാത്തതിൽ വളരെ വിഷമമുണ്ട് എന്നുള്ളതാണ്. ഈ ഒരു അവസ്ഥ ഇങ്ങനെയാണ്, പക്ഷെ നിങ്ങൾക്ക് അതിലൊന്നും ചെയ്യാനും പറ്റില്ല, നിങ്ങൾക്ക് ആക്ഷൻ എടുക്കാനും പറ്റണില്ല, നിങ്ങൾക്ക് മുന്നോട്ട് പോകാൻ പറ്റണില്ല. ആ ഒരു പെയിൻ ശരിക്കും നിങ്ങളുടെ ഉള്ളിലേക്ക് വീണ്ടും വന്നിട്ടുണ്ടായിരിക്കാം. അല്ലെങ്കിൽ ചില ആൾക്കാർക്ക് ഇത് ഈ സമയം ഇങ്ങനെ നടക്കുന്നുണ്ടായിരിക്കാം. അവരോടും ഡിവൈന് പറയാനുള്ളത്, നിങ്ങൾക്ക് വിക്ടറി ഉണ്ട്, സക്സസ് ആണ്. നിങ്ങൾ കുറച്ച് ബുദ്ധിയും കൂടെ ചില സമയത്ത് നമ്മൾ കുറച്ച് ബുദ്ധിയും കൂടെ നമ്മളൊന്ന് ഉപയോഗിക്കണം എന്നുള്ളതാണ്. ഫ്യൂച്ചറിലത്തേക്ക് വേണമെങ്കിൽ നമ്മൾ ബുദ്ധി കുറച്ച് ആവശ്യമുണ്ട് നമുക്ക്. അപ്പം നമ്മൾ കൃത്യമായ പ്ലാനിങ്ങിലൂടെ പോയി കഴിഞ്ഞാൽ നമുക്ക് ആ ഗോൾ അച്ചീവ് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ്. സ്റ്റാൻഡ് യുവർ ഗ്രൗണ്ടാണ്. അപ്പം നിങ്ങൾക്ക് പറ്റും. നിങ്ങൾ മറ്റൊരാളിനെ ഡിപ്പെൻഡ് ചെയ്യാതെ നിങ്ങൾ തന്നെ ഒന്ന് ശ്രമിച്ചാൽ നിങ്ങൾക്ക് പറ്റുന്ന കാര്യം മാത്രമേ ഉള്ളൂ എന്നാണ് ഡിവൈൻ എന്ന് നിങ്ങളോട് പറയുന്നത്. പിന്നെ മൊറാലിറ്റി വന്നിട്ടുണ്ട്. അപ്പോൾ ചില ആൾക്കാർ മറ്റുള്ളവരെന്ത് പറയും എന്നൊക്കെ ചിന്തിക്കുന്നുണ്ട്. മറ്റുള്ള ആൾക്കാർ നമ്മളെക്കുറിച്ച് നമ്മളങ്ങനെ ഒരു കാര്യം ചെയ്താൽ എന്തായിരിക്കും പറയുന്നത്. അപ്പം അതിലൊരു വിഷമമാണ്. അങ്ങനെ ചിന്തിച്ചിരിക്കുന്ന ആൾക്കാരുണ്ട് എന്നുള്ളതാണ്. പക്ഷെ നിങ്ങൾ അതിന് പുറത്തു വരാൻ മറ്റുള്ളവരെന്ത് പറയുമെന്ന് ചിന്തിക്കുന്നതിലുപരി നിങ്ങൾ ഇപ്പോൾ ആയിരിക്കുന്ന സാഹചര്യത്തിൽ നിന്ന് പുറത്തു വരാൻ, അല്ലെങ്കിൽ നിങ്ങളുടെ ആഗ്രഹം എന്താണോ അത് നടത്താനുള്ള ഒരു ധൈര്യം നിങ്ങൾ സ്വീകരിക്കണം എന്നാണ് നിങ്ങളോട് ഡിവൈൻ എന്ന് പറയുന്നത്. അതാണ് ഇന്ന് നിങ്ങളെ അറിയിക്കാനുള്ളത്. നിങ്ങൾ ധൈര്യം വേണം. നിങ്ങൾ മറ്റുള്ളവർ പറയുന്നതും അതെനിക്ക് എന്നെ കൊണ്ട് പറ്റുമോ എന്നൊക്കെ ചിന്തിക്കുന്നതിന് പകരം എനിക്ക് പറ്റും എന്ന് നിങ്ങൾ വിചാരിച്ച് നിങ്ങൾ ചെയ്താൽ തീർച്ചയായിട്ടും നിങ്ങൾ വിചാരിക്കുന്ന കാര്യം എന്താണോ നിങ്ങളുടെ മനസ്സിലുള്ളത് അത് നിങ്ങൾക്ക് സക്സസ്സിലേക്ക് കൊണ്ടുവരാൻ പറ്റും. വിക്ടറി ആൻഡ് സക്സസ് ആണ്. അപ്പോൾ നിങ്ങൾ കൺഫ്യൂഷനാണ്, അത് പറ്റുമോ, എന്നെ കൊണ്ട് അത് സക്സസ് ആകുമോ. അപ്പോൾ ചിലപ്പോൾ അതൊരു ബിസിനസ് ആയിരിക്കാം, അല്ലെങ്കിൽ എന്തെങ്കിലും കോഴ്സ് നിങ്ങൾ പഠിക്കുന്നതായിരിക്കാം. അപ്പോൾ അങ്ങനെ നിങ്ങൾ ചിന്തിക്കേണ്ട, നിങ്ങൾക്ക് പറ്റും എന്ന് ഉറച്ച് വിശ്വസിക്കുക. കംപ്ലീഷനാണ്. അപ്പോൾ ഇത് നിങ്ങളുടെ ലൈഫ് കംപ്ലീറ്റ് ആക്കും. നിങ്ങളെ ലൈഫിലൊരു പൂർണ്ണത വരണമെങ്കിൽ നിങ്ങൾ ഇങ്ങനെ ഒരു ആക്ഷൻ എടുക്കണം എന്നാണ്. പിന്നെ ചില ആൾക്കാർക്ക് ട്രാവൽ ചെയ്യാൻ നിങ്ങൾ ആഗ്രഹിച്ചിരുന്നുണ്ടെങ്കിൽ ചിലപ്പോൾ വേറെ ഏതെങ്കിലും രാജ്യത്തേക്ക്, അല്ലെങ്കിൽ യൂറോപ്പിലോ അങ്ങനെ ഏതെങ്കിലും രാജ്യത്തിലേക്ക് പോകാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് പറ്റും എന്ന് കാണുന്നുണ്ട് കേട്ടോ. അപ്പോൾ ചിലപ്പോൾ കുറേ എക്സാം എഴുതി നിങ്ങളത് ഫെയിലായി പോയെങ്കിൽ നിങ്ങൾക്ക് വീണ്ടും വീണ്ടും ഒരു ടെൻഷനാണ്. എന്നെ കൊണ്ട് പറ്റുമോ, ഇത്ര തവണ ഞാൻ എഴുതിയെന്ന് ആൾക്കാർ പറയൂലേ, അല്ലെങ്കിൽ ഫ്രണ്ട്സ് പറയൂലേ, അല്ലെങ്കിൽ വീട്ടുകാരെന്നെ കുറിച്ച് എന്ത് ചിന്തിക്കും, എനിക്ക് ബുദ്ധിയില്ല എന്ന് ആളുകൾ ചിന്തിക്കൂലേ, എന്നെ കൊണ്ട് കഴിവില്ല എന്ന് ചിന്തിക്കൂലേ. ഇങ്ങനെയൊക്കെ ഒരു ചിന്തയിലിരിക്കുന്ന ആൾക്കാരാണെങ്കിൽ അങ്ങനെയൊന്നും ചിന്തിക്കണ്ട. നമുക്ക് എല്ലാത്തിനും ഒരു സമയമുണ്ട്. നമുക്ക് എത്ര ബുദ്ധിയുള്ളവരാണെങ്കിലും എത്ര കഴിവുള്ളവരാണെങ്കിലും ചില സമയങ്ങൾ നമുക്ക് അനുകൂലമല്ലാതെ വരും എന്നുള്ളതാണ്. അത് നമ്മളുടെ കുറ്റമേ അല്ല. ആ അനുകൂലമായ സമയം വരുമ്പോൾ നമ്മളത് സാധിച്ചെടുക്കും. അപ്പം അത് നിങ്ങൾ ഈ ഒരു മറ്റുള്ളവരെ കൂടുതൽ ഫോക്കസ് ചെയ്യാതെ നിങ്ങളിൽ തന്നെ ഫോക്കസ് ചെയ്യുക. നിങ്ങൾക്ക് അനുകൂലമായ സമയമാകുമ്പോൾ നിങ്ങൾക്കത് സംഭവിക്കും എന്നാണ്. ഫ്ലവറിങ് ആണ്. നിങ്ങൾ പിന്നെ കൺട്രോൾ വന്നിട്ടുണ്ട്. അപ്പോൾ ശരിക്കും നിങ്ങൾ ഒന്ന് കൺട്രോൾ ചെയ്യണം. നിങ്ങൾ ഇമോഷൻസ് ഒന്ന് കൺട്രോൾ ചെയ്യേണ്ട ആവശ്യമുണ്ട്. നിങ്ങൾ ഈ ഒരു അവസ്ഥയിലാണ്, നിങ്ങൾ വളരെ കാമായിട്ട് ഇരിക്കേണ്ട ഒരു അവസ്ഥയാണ് ഇപ്പോൾ ഉള്ളത്. നിങ്ങൾ അങ്ങനെ ഇരിക്കാനാണ് പറയുന്നത്. നിങ്ങൾ ഈ ഒരു ശരിക്കും ഇങ്ങനെ ടെൻഷൻ അടിച്ച് ഡിപ്രഷനായിട്ട് ഈ ഒരു ശരിക്കും മനസ്സൊക്കെ കൈവിട്ട് പോയ അവസ്ഥയിൽ ഇരിക്കരുത്. നിങ്ങളൊന്ന് കൺട്രോൾ ചെയ്യാൻ പറയുന്നുണ്ട്. പിന്നെ പാർട്ടിസിപ്പേഷനാണ്. നിങ്ങൾ പറ്റുമെങ്കിൽ ആഘോഷങ്ങളിൽ പങ്കെടുക്കുക. അല്ലെങ്കിൽ നിങ്ങൾ ചിലപ്പോൾ ഈ ഒരു അവസ്ഥയിലിരിക്കുന്ന ആൾക്കാർ പല കാര്യങ്ങളും നിങ്ങൾ സന്തോഷങ്ങളിലൊന്നും നിങ്ങൾക്ക് അത് കൂടെ ചേരാൻ നിങ്ങൾക്ക് പറ്റില്ല. നിങ്ങളൊന്ന് ഉൾവലിഞ്ഞ് നിങ്ങളിലേക്ക് ഫോക്കസ് ചെയ്തിരിക്കുന്നു. കാരണം നിങ്ങളുടെ എന്തൊക്കെയോ ആഗ്രഹങ്ങൾ സാധിക്കുന്നില്ല എന്ന് വിചാരിച്ചിട്ട് നിങ്ങളിലേക്ക് ഫോക്കസ് ചെയ്തിരിക്കുന്നുണ്ടെങ്കിൽ കുറച്ചൊന്ന് പുറത്തിറങ്ങുന്നത് നല്ലതാണ്. ആ ഒരു ബൗണ്ടറിയിൽ നിന്നും ചില സമയങ്ങളിലെങ്കിലും ഒന്ന് പുറത്തിറങ്ങി എൻജോയ് ചെയ്ത് പുതിയ കാര്യങ്ങൾ എക്സ്പീരിയൻസ് ചെയ്യാൻ പറയുന്നുണ്ട്. അപ്പോൾ അത് നിങ്ങളൊന്ന് ഫ്രഷ് ആക്കും എന്നുള്ളതാണ്. നിങ്ങളെ ഒന്ന് റെജ്യൂനേറ്റ് ചെയ്യും. അത് അങ്ങനെ ഒരു കാര്യം നിങ്ങൾ ചെയ്ത് കഴിയുമ്പോൾ മെച്യൂരിറ്റിയാണ്, ഇന്നസെൻസ്. അപ്പം നിങ്ങൾ ശരിക്കും പുതിയ കാര്യങ്ങൾ എക്സ്പീരിയൻസ് ചെയ്യാനാണ് ഡിവൈൻ എന്ന് നിങ്ങളോട് പറയുന്നത് കേട്ടോ. നിങ്ങൾ എന്താണോ നിങ്ങൾ ചെയ്യാതിരിക്കുന്നത്,
ചിലപ്പോൾ നിങ്ങളൊന്ന് യാത്ര പോകേണ്ടതുണ്ടെങ്കിൽ ഒന്ന് യാത്ര പോവുക. ഒറ്റയ്ക്കായാലും അത്രയും നല്ലത്. നിങ്ങൾ എന്തെങ്കിലും കാര്യം എക്സ്പീരിയൻസ്, നിങ്ങളെ സന്തോഷിപ്പിക്കുന്ന എന്തെങ്കിലും കാര്യം എക്സ്പീരിയൻസ് ചെയ്യണം എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അത് ഈ സാഹചര്യമൊക്കെ മാറ്റിവെച്ച് നിങ്ങളതൊന്ന് എക്സ്പീരിയൻസ് ചെയ്യാൻ പറയുന്നുണ്ട്. ഈ സാഹചര്യം ഒന്നും ഒരു കാര്യമല്ല കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് വേണ്ടിയിട്ട് കുറച്ച് സമയം സ്പെൻഡ് ചെയ്യാൻ പറയുന്നുണ്ട്. സൈലൻസ് ആണ്. അപ്പോൾ ഈ മനസ്സിനെ ഒന്ന് കാമാക്കേണ്ടതിൻ്റെ ആവശ്യം നിങ്ങൾക്ക് ഒരുപാടുണ്ട്. ഇന്നേ ദിവസം നിങ്ങൾ അങ്ങനെയാണ് ഇന്നത്തെ മെസ്സേജ്. നിങ്ങളുടെ മനസ്സിനെ ഒന്ന് കൺട്രോൾ ചെയ്യുക. നിങ്ങൾ ഒരു പ്രാണായാമം ചെയ്താലും മതി കേട്ടോ. പ്രാണായാമം ചെയ്യുമോ അങ്ങനെ എന്തെങ്കിലും ഒരു കാര്യം, ഒരു മെഡിറ്റേഷനോ ഒക്കെ ചെയ്തിട്ട് മനസ്സിനെ ഒന്ന് കൺട്രോൾ ചെയ്യുക. കാരണം ഈ ഷിസോഫ്രീനിയ വന്നപ്പോൾ കുറച്ചധികം ആൾക്കാർക്ക് ഡിപ്രഷൻ്റെ അങ്ങേയറ്റത്തിൽ പോയിരിക്കുന്ന ആൾക്കാരുണ്ട്, കുറച്ചധികം ആൾക്കാർ. അപ്പം ഡിപ്രഷൻ്റെ ആവശ്യമില്ല, നിങ്ങളെ കൺട്രോൾ ചെയ്താൽ മാത്രം മതി എന്നാണ് ഇന്നത്തെ മെസ്സേജ്. ഡ്രീമാണ്. അപ്പം ചില ആൾക്കാർ ഡ്രീം കാണുന്നുണ്ട്. അത് നിങ്ങൾ എന്തോ ഒരു കാര്യം വളരെയധികം ആഗ്രഹിക്കുന്നുണ്ട് എന്ന് കാണുന്നുണ്ട്. നിങ്ങൾ പകൽ സ്വപ്നം കാണുന്നു എന്നുള്ളതാണ് ആ ഒരു കാര്യം നടക്കണേ. ചില ആൾക്കാർക്ക് അതൊരു നിങ്ങളുടെ പ്രണയം അത് റിയാലിറ്റിയിലേക്ക് വരണം എന്നായിരിക്കും. ചിലപ്പോൾ അത് നിങ്ങൾ വിട്ടിട്ട് പോയൊരു പ്രണയമായിരിക്കാം. നിങ്ങൾ ഒരുപാട് സ്നേഹിച്ചിരുന്നവരായിരിക്കാം. നിങ്ങളത് ബ്രേക്കപ്പായി പോയിട്ടുണ്ടായിരിക്കാം. ആ ഒരു വ്യക്തി നിങ്ങളിലേക്ക് തിരികെ വരണം എന്ന് നിങ്ങൾ ഒരുപാട് ആഗ്രഹിക്കുന്നു. നിങ്ങൾ സ്വപ്നം കാണുന്നു എന്നാണ് കാണുന്നത്. അപ്പോൾ സോഴ്സാണ്. നിങ്ങൾക്ക് എന്താണോ വേണ്ടത് അതിനുള്ള സാഹചര്യങ്ങളും ഉണ്ട് എന്നുള്ളതാണ്. അതിനുള്ള സാഹചര്യം നിങ്ങൾക്ക് ദൈവം കൊണ്ടുതരും. അതിലൊന്നും നിങ്ങൾ സംശയിക്കേണ്ടതേ ഇല്ല എന്നാണ്. അപ്പോൾ വിഷമമൊന്നും വേണ്ട. നമുക്കിപ്പോൾ വിഷമം വേണ്ടെന്ന് പറഞ്ഞപ്പോൾ നമ്മൾ വലിയൊരു പെയിനിലിരിക്കുമ്പോൾ നമുക്ക് വിഷമിക്കേണ്ട എന്ന് പറഞ്ഞാൽ അത് വെറും വാക്കായി പോവും. പക്ഷേ അതൊന്ന് നിങ്ങളൊന്ന് അക്സെപ്റ്റ് ചെയ്യുക. നമ്മളുടെ സാഹചര്യം ഒന്ന് അക്സെപ്റ്റ് ചെയ്ത് ഒന്ന് ബാലൻസ് ചെയ്യാൻ ശ്രമിക്കുക എന്നാണ്. നമുക്കിനി കൃഷ്ണ ഓറക്കലിൽ നോക്കാം. എന്തായാലും നിങ്ങളുടെ ഡ്രീം സഫലീകരിക്കും എന്ന് തന്നെയാണ് കാണുന്നത്. നിങ്ങൾ ഒരു ധൈര്യം ഉണ്ടായാൽ മാത്രം മതി. ആ ഒരു ധൈര്യം നിങ്ങൾ സ്വീകരിക്കുക എന്നാണ്. ബിലീഫും ന്യൂ ബിഗിനിങ് ആണ്. നിങ്ങൾ വിശ്വസിക്കുക. അപ്പോൾ ഇന്ന് ഭഗവാൻ കൃഷ്ണൻ നിങ്ങളോട് പറയുന്നത് നിങ്ങൾ വിശ്വസിക്കുക. ചില കാര്യങ്ങൾ വിശ്വസിക്കുക, ചില കാര്യങ്ങൾ അന്ധമായി വിശ്വസിക്കുക. നമ്മൾ ക്വസ്റ്റ്യൻ ചെയ്യേണ്ട. അതങ്ങനെ നടക്കുമോ, അതൊക്കെ ശരിയായിരിക്കുമോ, ഇതൊക്കെ നടക്കുമോ, ഇതൊക്കെ ചിലർ ചോദിക്കാറുണ്ട്. മാം ഈ ടാരോ സത്യമാണോ, ഇതൊക്കെ നടക്കുന്ന കാര്യമാണോ, പലരും പറഞ്ഞിട്ട് നടക്കുന്നില്ല. അപ്പോൾ അത് നടക്കുന്നില്ല എങ്കിൽ അത് നമ്മളുടെ കൂടെ ഒരു ഇതാണ്, നമ്മളുടെ വിശ്വാസം ഒന്നാമത്തെ കാര്യം. പിന്നെ ഒരു സമയം അതുകൊണ്ട് കേട്ടോ. നമുക്ക് ചില കാര്യങ്ങൾ നമ്മുടെ ലൈഫിലേക്ക് വരാൻ ചില സമയം എടുക്കും. അപ്പോൾ താൻ പാതി ദൈവം പാതിയാണ്. നിങ്ങൾ ചെയ്യേണ്ടത് ചെയ്യുക. അപ്പോൾ ആ ഒരു സമയം ആവുമ്പോൾ ദൈവം നിങ്ങൾക്ക് തരും. പിന്നെ നമ്മൾ നല്ല കോൺഫിഡൻസോട് കൂടി ഇരിക്കുക. അത് അത്രയേ ഉള്ളൂ. നിങ്ങളെ വിശ്വാസത്തിൽ നിന്ന് നിങ്ങൾ വ്യതിചലിക്കാതിരിക്കുക. പിന്നെ സമയത്തിന് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യുക. ഒരുപാട് നിങ്ങൾ ആക്ഷൻ എടുക്കാതെ വെയിറ്റ് ചെയ്യണം എന്നല്ല. ചില കാര്യങ്ങൾ നമ്മളുടെ ലൈഫിൽ എക്സ്പീരിയൻസ് ചെയ്യേണ്ടതായിട്ടുണ്ടെങ്കിൽ ആ ഒരു എക്സ്പീരിയൻസ് ചെയ്യണം. അതിന് ആരായാലും ദൈവങ്ങളായാലും അങ്ങനെയാണ്. അത് എക്സ്പീരിയൻസ് ചെയ്താലേ പറ്റുള്ളൂ. അപ്പോൾ അതിനെക്കുറിച്ച് നമ്മൾ അക്സെപ്റ്റ് ചെയ്യുക. ഇത് ഇങ്ങനെയാണെന്ന് മനസ്സിലാക്കുക. അതല്ല ഇപ്പം തന്നെ എനിക്ക് മാറണം, ഇപ്പം തന്നെ നാളെ തന്നെ അത് ചെയ്യണം എന്ന് ചിന്തിക്കാതിരിക്കുക. നമ്മൾ സാഹചര്യം അക്സെപ്റ്റ് ചെയ്യുക എന്നുള്ളതാണ്. എന്നിട്ട് വിശ്വസിക്കുക. പുതിയ തുടക്കമുണ്ട് എന്നുള്ളതാണ്. ട്രാൻസ്ഫോർമേഷനാണ്. നിങ്ങൾ ഈ ഒരു ഇതൊക്കെ മാറിപ്പോകട്ടോ. നിങ്ങളുടെ ഈ ഒരു അവസ്ഥയൊക്കെ മാറി നിങ്ങൾ ഡെവലപ്പ് ചെയ്യുമെന്ന് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ. അത് അങ്ങനെയാണ്. അപ്പോൾ നിങ്ങൾ ആ ഒരു ട്രാൻസ്ഫോർമേഷനാണ്. നിങ്ങൾക്ക് പരിവർത്തനം സംഭവിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സമയമാണ്. അപ്പോൾ പുതിയ തുടക്കമാണ്. അപ്പോൾ പുതിയ തുടക്കം ഉണ്ടാകും. നിങ്ങൾ വിചാരിക്കുന്നതും നിങ്ങൾ ആഗ്രഹിക്കുന്നതിലപ്പുറമുള്ള സക്സസ് നിങ്ങളുടെ ലൈഫിലേക്ക് കിട്ടും എന്നാണ് കാണുന്നത്. ഒരു കാർഡ് കൂടി എടുത്ത് നോക്കാം. ട്രൂ ഡിവോഷൻ ആൻഡ് ഫെയ്ത്ത്. നിങ്ങൾ ഡിവോഷനും വേണം, ഫെയ്ത്തും വേണം എന്നുള്ളതാണ്. പലരും ദൈവവിശ്വാസം പോലും ഇല്ലാത്ത ആൾക്കാരാണ്. നമ്മൾ വിശ്വാസമില്ലെങ്കിൽ നമുക്ക് ദൈവത്തിലുള്ള വിശ്വാസം ഇല്ലെങ്കിൽ നമുക്ക് നമ്മളിലും വിശ്വാസം കാണൂല കേട്ടോ. അതും കൂടെ പറയാം. അപ്പം നമുക്ക് പല സമയങ്ങളിലും നമുക്കൊരു അസുഖം വരുമ്പോൾ നമ്മൾ പെട്ടെന്ന് അപ്പോഴാണ് നമ്മൾ ദൈവത്തെ വിശ്വസിക്കുന്നത്. അതുവരെ ദൈവവിശ്വാസം ഒട്ടും ഇല്ലാതിരിക്കുന്ന ആൾക്കാർ ഒരു അസുഖം വരുന്ന സമയത്ത് നമുക്ക് പെട്ടെന്നൊരു വിശ്വാസം വരും. അപ്പോൾ നമുക്ക് ഡിപ്പെൻഡ് ചെയ്യാൻ എന്തെങ്കിലും ഒരു കാര്യം നമുക്ക് വേണം എന്നുള്ളതാണ്. നമുക്ക് മുറുകെ പിടിക്കാൻ ആ ഒരു വിശ്വാസം നമുക്ക് വേണം. അത് വിശ്വാസം എന്തോ ആയിക്കോട്ടെ, എന്ത് തരത്തിലുള്ളതും ആയിക്കോട്ടെ, ഏത് മതമോ ജാതിയോ ഏത് തരത്തിലുള്ള വിശ്വാസം ആയിക്കോട്ടെ, പക്ഷെ ആ ഒരു വിശ്വാസമാണ്
നമ്മളെ മുന്നോട്ടേക്ക് നയിക്കുന്നത്, നമുക്ക് കോൺഫിഡൻസ് തരും. നമുക്ക് പെട്ടെന്നൊരു ഒരു കെണിയിൽ അകപ്പെടുമ്പോൾ അല്ലെങ്കിൽ നമ്മൾ ഒരു പ്രതിസന്ധി വരുമ്പോൾ നമുക്ക് പെട്ടെന്ന് ആ ഒരു വിശ്വാസം ഉണ്ടെങ്കിൽ നമുക്കതൊന്ന് മറികടക്കാൻ പറ്റും. അവരെന്നെ ഹെൽപ്പ് ചെയ്യും, ആ ഒരു ദൈവം എന്നെ ഹെൽപ്പ് ചെയ്യും, അല്ലെങ്കിൽ യൂണിവേഴ്സ് എന്നെ ഹെൽപ്പ് ചെയ്യും എന്നുള്ള ഒരു വിശ്വാസം വരും. അല്ലെങ്കിൽ നമ്മൾ ആ ഒരു അത്രയും കോൺഫിഡൻസ് നമുക്ക് കിട്ടൂല. അതാണ്. അല്ലെങ്കിൽ നമ്മൾ ഈ നത്തിങ്നെസ് എന്ന് പറയുന്ന ഒരു അവസ്ഥയിലേക്ക് പോകണം. ഒന്നുമില്ല, എല്ലാം ഒന്നാണ് എന്ന് നമുക്ക് തോന്നുന്ന ഒരു അവസ്ഥയിലേക്ക് പോകണം. അത് ചിലപ്പോൾ ഇനിയും ഒരുപാട് ജന്മങ്ങളൊക്കെ കഴിഞ്ഞ് മാത്രമേ ചിലപ്പോൾ അങ്ങനെയുള്ളൊരു ശരിയും തെറ്റും ഇല്ലാത്തൊരവസ്ഥയിലേക്ക് പോകണമെങ്കിൽ നമുക്ക് ഒരുപാട് ജന്മങ്ങൾ വീണ്ടും എടുക്കണം. അപ്പം അതുകൊണ്ട് അതിന് മുന്നേ നമ്മൾ ഈ ലൈഫ് എക്സ്പീരിയൻസ് ചെയ്യുമ്പോൾ നമ്മൾ കടന്നു പോകേണ്ട കുറേ കാര്യങ്ങളുണ്ട്. അത് നമ്മൾ കടന്നു പോകുക തന്നെ വേണം. അതിന് വിശ്വാസവും പ്രാർത്ഥനയൊക്കെ അത്യാവശ്യമാണ്. പ്രാർത്ഥനയ്ക്ക് ഇതിൽ വലിയ പങ്കുണ്ട്. പ്രാർത്ഥന ചെയ്യുമ്പോൾ നമുക്ക് കോൺഫിഡൻസ് കൂടും. നമ്മളീ പറയുന്നത് നമ്മളോടാണ്. നമ്മൾ ദൈവം എന്ന് പറയുന്നത് നമ്മുടെ ഉള്ളിൽ തന്നെ ഇരിക്കുന്ന ശക്തിയാണ്. അപ്പം നമ്മൾ അതിന് കൂടുതൽ ബലം കൊടുക്കുമ്പോൾ നമുക്ക് തന്നെ ഒരു ബലം കിട്ടും. നമ്മളെ സഹായിക്കാൻ ആളുണ്ട്, എനിക്കത് പറ്റും എന്നുള്ളൊരു ചിന്ത വരും. അപ്പോൾ ഇതാണ് ഇന്നത്തെ ദിവ്യ മെസ്സേജ്. അപ്പോൾ ഇത് നിങ്ങൾക്ക് ഇഷ്ടമായി എന്ന് കരുതുന്നു. നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങൾക്ക് ആർക്കെങ്കിലും പേഴ്സണൽ റീഡിങ് വേണമെന്നുണ്ടെങ്കിൽ എൻ്റെ വാട്സപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്യാം. താങ്ക് യു. നമുക്കൊരു പുതിയ വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. എല്ലാവരും സന്തോഷമായിട്ടിരിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. എല്ലാവരുടെയും എല്ലാ കാര്യങ്ങളും നടക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഒരുപാട് സ്നേഹത്തോടെ ബൈ. നമുക്കൊരു പുതിയ വീഡിയോ ആയിട്ട് കാണാം.